കമോൺ ഗൈസ്, ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് പെൻ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ചോക്ലേറ്റ് കവറാണ്. ഇഷ്ടമുള്ള കവർ എടുക്കാം. എൻ്റെ അടുത്ത് ഇതേപോലത്തെ കുറേ കവേഴ്സ് ഉണ്ട് കേട്ടോ, ചോക്ലേറ്റ് കവേഴ്സ്. ഈ ഒരു സ്കെയിൽ മേക്കിംഗ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പെട്ടെന്ന് പോയി കണ്ടു നോക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ ഇതേപോലെ ടിയർ ചെയ്തിട്ടായിരിക്കും കഴിക്കുക അല്ലേ. അപ്പം ആ ഒരു ഭാഗം നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതേപോലെ അതിൻ്റെ ഓപ്പണിംഗ് ഭാഗമില്ലേ, അത് അടിയിലും മേലെ ഉണ്ടാവില്ലേ, അതും ഞാൻ 2 വശം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കവർ ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ച് ആയിരുന്നു ഇവിടെ നമുക്ക് വേണ്ടത്. എൻ്റെ അടുത്ത് സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേസ്റ്റ് പേപ്പറാണ് ഇതേപോലെ ചുരുട്ടി എടുത്തിട്ടുള്ളത്. എന്നിട്ടത് അതിനകത്തോട്ട് സ്റ്റഫ് ചെയ്യുക. സ്റ്റഫ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടാവില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഒരു റീഫില്ലറാണ്. റീഫില്ലറിൽ ഫുൾ ഇങ്ക് വേണ്ട, പകുതിയോളം ഇങ്ക് മതി. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ആ റീഫില്ലർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ബെസ്റ്റ് പരിപാടിയാണ്. എല്ലാവരും ഒന്ന് പോയിട്ട് ചെയ്ത് നോക്കുക. നേരത്തെ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചില്ലേ, അതിലോട്ട് ഈ റീഫില്ലർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, അഥവാ കുത്തിക്കയറ്റുക. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂവിൻ്റെ ഒരു പരിപാടിയുമില്ല, ഫുൾ സെല്ലോ ടാപ്പാണ്. അതുകൊണ്ട് നമ്മൾ അവിടെയും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതായത് ആ സ്റ്റഫ് ചെയ്തത് പകുതി നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് അവിടെ ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ വെക്കേഷനൊക്കെ തീരാറായില്ലേ, അപ്പം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് പെന്നിലോട്ട് കിടക്കാം. ദെൻ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. അത് നമ്മൾ ഉള്ളിലോട്ട് തന്നെ തിരിച്ച് കുത്തിക്കയറ്റുക. ഞാൻ പറഞ്ഞിരുന്നു ഫുൾ ഇതിൽ സെല്ലോ ടാപ്പ് വേണമെന്ന്. ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ആ ഒരു വശത്തും സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് വെച്ച് കൊടുക്കണം. പിന്നെ ഈ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സ്റ്റഫ് ചെയ്തില്ലേ, ആ സമയത്ത് പിശുക്ക് കാണിക്കാൻ പാടില്ല. പിശുക്ക് കാണിച്ചാൽ നമ്മുടെ ഈ ചോക്ലേറ്റ് പെന്ന് പോലെ ആവില്ല, അഥവാ സ്ക്വിഷി ആവില്ല. പറഞ്ഞ് നമ്മുടെ സ്ക്വിഷി ചോക്ലേറ്റ് പെൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. യെസ്, ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കോളൂ. ബൈ.